നിങ്ങൾ ശ്രദ്ധാലുവാകണം എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നിങ്ങൾ ശ്രദ്ധാലുവാകണം. അപ്പൊ ഇങ്ങനെ നമ്മളൊരു കാര്യം ആവണം എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഷുഡ് ബി എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഷുഡ് ബി. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധാലുവാകണം. യു ഷുഡ് ബി കെയർഫുൾ. ഓക്കെ, യു ഷുഡ് ബി കെയർഫുൾ. നിങ്ങൾ ശ്രദ്ധാലുവാകണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധയുള്ളവനാകണം. നിങ്ങൾ ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു എന്ന് പറയാം. ആകേണ്ടതായിരുന്നു എന്ന് വെച്ചാല് നിങ്ങൾ ശ്രദ്ധാലുവായില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു. ആ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഷുഡ് ബി എന്നല്ല യൂസ് ചെയ്യേണ്ടത്, ഷുഡ് ഹാവ് ബീൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സോ യു ഷുഡ് ഹാവ് ബീൻ. നിങ്ങൾ ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ. ഇനി കെയർഫുൾ. ഓക്കെ, യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. അപ്പൊ അങ്ങനെ ആകേണ്ടതായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യാം. ആവണം എന്ന് പറയണമെങ്കിലോ ഷുഡ് ബി എന്നും യൂസ് ചെയ്യാം. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, നിങ്ങൾ അശ്രദ്ധനാകരുത് എന്നാണ്. അപ്പൊ നിങ്ങൾ അശ്രദ്ധനാവരുത്, ശ്രദ്ധാലു എന്നല്ല അശ്രദ്ധയാണ് കേട്ടോ. അപ്പം അതും ആകരുത് എന്നാണ് നമ്മൾ പറയുന്നത്. സോ യു ഷുഡ് നോട്ട് ബി. ഷുഡിന്റെ കൂടെ നമ്മളൊരു നോട്ട് ചേർക്കണം കേട്ടോ. യു ഷുഡ് നോട്ട് ബി കെയർലെസ് എന്നുള്ളതിലെ അശ്രദ്ധ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കെയർലെസ് എന്നാണ് പറയാല്ലേ. നിങ്ങൾ അശ്രദ്ധനാകാൻ പാടില്ലായിരുന്നു എന്നാണ്. അപ്പൊ അശ്രദ്ധനാകാൻ പാടില്ലായിരുന്നു, അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയാം നമുക്ക്? യു ഷുഡ് നോട്ട് ഹാവ് ബീൻ. You should not have been careless. You should not have been careless. നീ അശ്രദ്ധനാവാൻ പാടില്ലായിരുന്നു എന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ സെൻഡ് ചെയ്യണേ. നിങ്ങൾ ഹാജരാകണം. നിങ്ങൾ ഹാജരാകാൻ പാടില്ലായിരുന്നു. ഒന്ന് ആകണം, ഒന്ന് ആകാൻ പാടില്ലായിരുന്നു എന്നാട്ടോ. അപ്പൊ ഈ ഒരു രണ്ട് സെന്റൻസ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യണേ. താങ്ക് യു.